ഹായ് ഹലോ പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു. കഴിഞ്ഞ ദിവസം 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നു. വിജയിച്ച എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ. മാർക്ക് കുറഞ്ഞു പോയെന്ന് കരുതി വിഷമിച്ചിരിക്കുന്ന കുട്ടികൾക്ക് ഒട്ടും വിഷമിക്കേണ്ട. ഇതിപ്പം 10ാം ക്ലാസ്സിൻ്റെ മാർക്കെന്ന് പറഞ്ഞാൽ +2-ന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ 10ാം ക്ലാസ്സിൽ നല്ല മാർക്കുണ്ടെങ്കിൽ +2-ന് നമ്മൾ ഉദ്ദേശിച്ച വിഷയമൊക്കെ കിട്ടും, ഉദ്ദേശിച്ച സീറ്റ് കിട്ടും. അതൊക്കെ സത്യം. എന്ന് കരുതി 10ാം ക്ലാസ്സിലെ മാർക്ക് കുറഞ്ഞു പോയി ഇനിയിപ്പോൾ എനിക്ക് ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയില്ല എന്നൊന്നും ആരും വിചാരിക്കേണ്ട. 10ാം ക്ലാസ്സിലെ മാർക്ക് കൊണ്ട് +2-ന് അഡ്മിഷൻ കിട്ടും. +2-ന് ഇനി നല്ല മാർക്ക് കിട്ടിയാൽ മാത്രമേ നമുക്കിനി അടുത്തത് നമ്മൾ എന്തെങ്കിലും മനസ്സിൽ ഉദ്ദേശിച്ച രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ +2-ൻ്റെ മാർക്കാണ് നോക്കുന്നത്. അപ്പോൾ 10ാം ക്ലാസ്സിലിപ്പോൾ ഒരു A+ കുറഞ്ഞു പോയെന്നോ അല്ലെങ്കിൽ എനിക്ക് 5 A+ കിട്ടിയുള്ളൂ, 3 A+ കിട്ടിയുള്ളൂ, ഈ A+കളിലൊന്നും വലിയ കാര്യമൊന്നും ഇല്ല. +2-ന് മാർക്ക് കിട്ടുകയാണെങ്കിൽ മാത്രം അടുത്ത കോഴ്സ് തിരഞ്ഞെടുത്ത് നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ +2-ന് ഫുൾ A+ കിട്ടിയെന്ന് വിചാരിച്ചും ജീവിതത്തിൽ അങ്ങ് വിജയിച്ചു എന്ന് ആരും വിചാരിക്കേണ്ട. അടുത്ത സ്റ്റെപ്പിലായിട്ട് എന്തെങ്കിലും നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിനൊക്കെ +2-ൻ്റെ മാർക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് ആരും മാർക്ക് കുറഞ്ഞു പോയി അയ്യോ ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിൽ പരാജയപ്പെട്ടു എന്നൊന്നും ആരും കരുതണ്ട. അതൊക്കെ ജീവിതത്തിൽ ഇനി ഒരുപാട് പരീക്ഷകൾ നേരിടേണ്ടി വരും. അതിലൊക്കെ വിജയിച്ചാൽ മാത്രമേ നമ്മൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ നല്ല ജോലിയൊക്കെ കിട്ടണമെങ്കിലും ഒക്കെ ഇനിയിപ്പോൾ ഒരുപാട് ഇൻ്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്യണം. അതിനൊക്കെ ഒരു ആത്മവിശ്വാസമൊക്കെ നമ്മൾ സ്വയം വളർത്തിയെടുക്കുക. അപ്പോൾ എപ്പോഴും പഠിച്ചിരിക്കാതെ സാമൂഹ്യമായ രീതിയിലും എല്ലാ കാര്യത്തിലും നമുക്കൊരു അവബോധമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ ടെസ്റ്റുകളിലൊക്കെ ഇനി വിജയിക്കാൻ പറ്റുള്ളൂ. PSC ടെസ്റ്റ് ആയാലും എല്ലാ കുട്ടികളും ഇപ്പോൾ എല്ലാം പഠിച്ച ഡിഗ്രി എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് PSC കോച്ചിങ്ങിന് പോകുകയെന്ന് പറഞ്ഞ് പഠിക്കുന്നതാണ്. PSC കോച്ചിങ്ങിന് പോകുന്നത് നല്ലതാണ്, അവിടെ ഒരു കോച്ചിങ് കിട്ടുമല്ലോ. അതുപോലെ പഴയ കാര്യങ്ങളൊക്കെ റിവൈൻഡ് ചെയ്ത് അവർ പഠിപ്പിച്ചെടുക്കുമ്പോൾ ടെസ്റ്റിന് മുന്നേറണമെങ്കിൽ അതൊക്കെ പറ്റുള്ളൂ. അല്ലാതെ 10ാം ക്ലാസ്സിൻ്റെയും +2-ൻ്റെയും മാർക്ക് കൊണ്ടൊന്നും PSC എക്സാം എഴുതി ജയിക്കാമെന്ന് കരുതണ്ട. പിന്നെ കണക്കിനും ഇംഗ്ലീഷിനും ഒക്കെ കുറച്ച് പ്രാവീണ്യം ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് എഴുതി ജയിക്കാൻ പറ്റും. ബാക്കിയുള്ളതൊക്കെ പിന്നെ സാമൂഹ്യമായ കാര്യങ്ങളും എല്ലാം നമ്മൾ പിന്നെ പഠിച്ചെടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ട് മാർക്ക് കുറഞ്ഞു പോയ കുട്ടികളൊന്നും വിഷമിക്കേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. എന്ന് കരുതി മാർക്ക് വാങ്ങിയ കുട്ടികൾ നന്നായിട്ട് അവർ പരിശ്രമിച്ച് വാങ്ങിയ മാർക്കാണ്. അത് അവർക്കുള്ള ജീവിതത്തിൽ അവർക്ക് ഏറ്റവും വലിയ സന്തോഷം തരുന്ന കാര്യമായിരിക്കും. പിന്നെ നല്ല മാർക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ഒരു A+ ഒക്കെ കുറഞ്ഞു പോയ കുട്ടികളുണ്ട്. അവരുടെയൊക്കെ ഒരു വിഷമം കാണുമ്പോൾ നമുക്ക് വിചാരിക്കും എന്തോ ജീവിതത്തിൽ അവരുടെ നഷ്ടപ്പെട്ടു പോയ കണക്ക്. കഴിഞ്ഞ ദിവസമൊക്കെ 1-2 പേരെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒരു A+ ഒക്കെ കുറഞ്ഞെന്ന് വിചാരിച്ചിട്ട്. അതിലൊന്നും ഒരു കാര്യമില്ല. പിന്നെ അഡ്മിഷൻ എന്തൊക്കെ കിട്ടുകയൊക്കെ ചെയ്യും. ഒരു A+ ഒന്നും കുറഞ്ഞു വിചാരിച്ചിട്ട് അവർക്ക് +2-ന് അഡ്മിഷൻ കിട്ടാതിരിക്കത്തൊന്നുമില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ സമാധാനിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും പറയുന്നുണ്ട് റീവാലുവേഷന് കൊടുക്കാനൊക്കെ ഇരിക്കുന്നുണ്ട്. അത് കൊടുക്കുമ്പോൾ കിട്ടട്ടെ. പിന്നെ ഈ 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഇപ്പോൾ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ചോദിച്ച് മൊബൈലിൽ കൂടെ അയ്യോ മോൻ എന്ത് കിട്ടി, അന്നേരം ഫുൾ A+ ഉണ്ട് എന്ന് പറയാനുള്ള ഒരു വിഷമം, അത് ഒരു A+ പോയല്ലോ എന്നൊക്കെ ഉള്ളൊരു വിഷമം. അതിനൊന്നും ഒരു കാര്യമില്ല. ഇതിനേക്കാളൊക്കെ ഒരുപാട് പരീക്ഷകൾ ഇനി വരാൻ കിടക്കുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ അങ്ങ് വിചാരിച്ചാൽ മതി. പിന്നെ ഫുൾ A+ മേടിച്ച കുട്ടികളായാലും നല്ല കുറേ A+കൾ മേടിച്ച കുട്ടികളൊക്കെ അവരൊക്കെ കുറേ നന്നായിട്ട് വർക്ക് ചെയ്ത് അവർ നന്നായിട്ടിരുന്ന് പഠിച്ചിട്ട് തന്നെ ആയിരിക്കും കിട്ടിയത്. അല്ലാതൊന്നും ചുമ്മാ അതൊന്നും കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് ആ കുട്ടികൾക്ക് വളരെ നല്ല ബുദ്ധിയും കഴിവും ഒക്കെ ഉള്ള കുട്ടികളായിരിക്കും. അതുകൊണ്ട് ഇനി +2-ന് നല്ല മാർക്ക് മേടിക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പിന്നെ ജീവിതത്തിൽ ഇപ്പോൾ എല്ലാ കാര്യത്തിലും പരീക്ഷകളാണല്ലോ. പരീക്ഷകൾ ജയിച്ച് വേണം നമ്മൾ. അതുപോലെ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നതിനൊക്കെ ഒരു ആത്മവിശ്വാസം വേണം. ഇപ്പോൾ നല്ല മാർക്ക് കാണും, പക്ഷേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇൻ്റർവ്യൂ എന്ന് കേൾക്കുമ്പോഴേ പേടി. അവിടെ ചെന്നിരിക്കുമ്പോൾ 3-4 പേര് ഒന്നിച്ചിരിക്കുന്നിടത്ത് ചെന്നിരുന്ന് നമ്മളെ പരിചയപ്പെടുത്തുക, അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യനൊക്കെ ആൻസർ ചെയ്യാനൊക്കെ ഒരു ആത്മവിശ്വാസം ഇല്ലായ്മ, അതൊക്കെയാണ് നമ്മൾ മാറ്റിയെടുക്കേണ്ട ശീലങ്ങൾ. നമ്മൾ അത് ഏത് ഇൻ്റർവ്യൂ ആയാലും ഒരു 1-2 ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമുക്ക് പേടിയായിരിക്കും. പിന്നീട് അതങ്ങ് ശരിയായിക്കോളും. അന്നേരം അതൊക്കെയാണ് മാറ്റിയെടുത്ത് നമ്മൾ ജീവിതത്തിൽ നന്നായിട്ട് കഴിവ് നമ്മളെ തെളിയിക്കാനുള്ള, എവിടെ ചെന്നാലും നമ്മളൊരു മുൻപന്തിയിൽ നമ്മുടെ കഴിവ് തെളിയിക്കണം. അതാണ് വേണ്ടുന്നത്. ഇപ്പം മാർക്ക് ഇച്ചിരി കുറഞ്ഞു പോയതിലൊന്നും ഒരു കാര്യമില്ല. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ജോലി കിട്ടണമെങ്കിൽ ഈ PSC എക്സാമൊക്കെ എഴുതി ജയിക്കണം. അതുപോലെ UPSC, അതുപോലെ ഇപ്പം കുട്ടികൾ പിന്നെ ഡോക്ടർ, എഞ്ചിനീയർ എന്നുള്ള രീതിയിൽ നിന്നൊക്കെ കുറച്ചൊക്കെ മാറി ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. നേഴ്സിംഗ് മേഖലകളിലൊക്കെ ഇപ്പോൾ എല്ലാ കുട്ടികളും +2 കഴിഞ്ഞിട്ട് പോകും. ഇനിയിപ്പം +2 കഴിയുമ്പോഴാണ് അടുത്തൊരു പ്രശ്നം.
+2 കഴിഞ്ഞിട്ട് ഇനി അടുത്ത എന്തിന് പോകണമെന്നുള്ളൊരു ചിന്ത ഭയങ്കരമായിട്ട് രക്ഷകർത്താക്കളെയും എല്ലാം അലട്ടുന്ന ഒരു ചിന്തയാണ്. അത് കഴിയുമ്പോഴാണ് പിന്നെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവിലോട്ട് നമ്മൾ ഏത് കോഴ്സ് തിരഞ്ഞെടുത്ത് അതിൽ മുന്നേറാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ മനസ്സിലൊരു ചിന്ത കുട്ടികൾക്കുണ്ടെങ്കിൽ അവർ അത് തന്നെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നതും ഏറ്റവും നല്ലതാണ്. ചില കുട്ടികൾക്കൊക്കെ IAS പോകണമെന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ ഇപ്പോഴേ +2 പഠിക്കുമ്പോഴേ അതിൻ്റേതായ പ്രിപ്പറേഷനൊക്കെ തുടങ്ങി അതിൻ്റേതായ കോച്ചിങ് ക്ലാസ്സിലൊക്കെ പോയിട്ട് നമ്മൾ നല്ല ജോലി വാങ്ങിയാലും അതിലിരുന്നുകൊണ്ട് അതിൻ്റെ സൈഡായിട്ട് പഠിച്ച് അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ കിട്ടുകയൊക്കെ ചെയ്യും. ഇപ്പോൾ ഒരുപാട് പിള്ളേർക്ക് IAS സെലക്ഷൻ കിട്ടുന്നുണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ തന്നെ. അങ്ങനെയൊക്കെ മുന്നേറാൻ ശ്രമിക്കുക. പിന്നീട് അവരവരുടെ താല്പര്യം, ചില കുട്ടികൾക്ക് ഇപ്പോൾ എന്താ പട്ടാളക്കാരാവാൻ താല്പര്യമുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അവർക്കൊക്കെ ഇപ്പോൾ ആർമിയുടെ കോച്ചിങ് സെൻറ്ററൊക്കെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ തന്നെ. ഇപ്പോൾ കൊട്ടാരക്കര, അതുപോലെ കായംകുളം, അവിടെയൊക്കെ ഇപ്പോൾ ആർമിയിൽ നിന്ന് റിട്ടയറായ ആൾക്കാർ തന്നെ അതിൻ്റെ കോച്ചിങ് സെൻറ്റർ പോലെ നടത്തുന്നുണ്ട്. അതിലൊക്കെ പോയി ചേർന്ന് അവർക്ക് ആ പരീക്ഷയൊക്കെ എഴുതി പാസ്സായാൽ നല്ല ജോലിയൊക്കെ കിട്ടും. അതും നല്ലതാണ്. അങ്ങനെ താല്പര്യമുള്ള കുട്ടികൾ, നല്ല ഓടാനും ചാടാനും ഒക്കെ കഴിവുള്ള കുട്ടികൾ അങ്ങനെ പോവുക. അല്ലാത്ത കുട്ടി അതൊക്കെ അവരവരുടെ അച്ഛനും അമ്മമാരും യാതൊരു കാരണവശാലും കുട്ടികളിൽ ഒന്നും അടിച്ചേൽപ്പിക്കരുത്. അച്ഛൻ്റെ അമ്മയുടെ ഇഷ്ടമൊന്നും ഒരിക്കലും കുട്ടികളിൽ എൻ്റെ മോൻ ഡോക്ടറായാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് എൻട്രൻസിൻ്റെ കോച്ചിങ്ങിന് വിട്ട് പഠിപ്പിക്കുന്ന അമ്മമാരൊക്കെ ഉണ്ട്. അതൊക്കെ തെറ്റാണ്. കുട്ടിക്ക് എന്താ താല്പര്യം, അവൻ്റെ മൈൻഡിൽ എന്താണ് അവനിഷ്ടം എന്ന് തോന്നിയിട്ട് അവനെ പറഞ്ഞിട്ട് ആ കോഴ്സിന് തന്നെ വിടുക. എന്നാലേ അവൻ അതിൽ മുന്നേറത്തുള്ളൂ. മറ്റേത് നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി അവൻ എങ്ങനെയൊക്കെയോ ഇരുന്ന് അവന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പഠിക്കുന്നു. അങ്ങനെ ചെയ്യരുത്. ചില കുട്ടികൾക്ക് അധ്യാപകരാവാനാണ് ഇഷ്ടമെങ്കിൽ അതിനനുസരിച്ചുള്ള B.Ed പോവുകയോ പിന്നെ M.Ed പോവുകയോ പിന്നെ നെറ്റ് സെറ്റ് അതൊക്കെ എഴുതിയെടുത്ത് അതൊക്കെ അവർ അതിൽ മുന്നേറി പിന്നെ അതുപോലെ PSC ടെസ്റ്റൊക്കെ എഴുതി അവർ ടീച്ചറാവാനുള്ള എല്ലാ ഇതിലും ചെയ്യുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ടത്. അല്ലാതെ ടീച്ചറാവാൻ ആഗ്രഹിക്കുന്ന കുട്ടിയെ പിടിച്ച് ഡോക്ടറാവാൻ ശ്രമിപ്പിക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. അവർ ഡോക്ടറായാലും വലിയ കഴിവൊന്നും അവർക്ക് തെളിയിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അതൊക്കെ അവരവരുടെ താല്പര്യം അനുസരിച്ച് പോട്ടെ എന്ന് വിചാരിക്കുക. പിന്നീട് പഴയ കാലഘട്ടമൊന്നും അല്ല ഇപ്പോഴെല്ലാം നല്ല യന്ത്രങ്ങളുടെയും കമ്പ്യൂട്ടറുകളുടെയും ഒക്കെ കാലഘട്ടത്തിലാണ്. പ്രത്യേകിച്ച് 2000-ന് ശേഷം ജനിച്ച കുട്ടികളൊക്കെ എന്ന് വെച്ചാൽ വളരെ ബ്രില്യൻ്റാണ്. എല്ലാ കാര്യത്തിലും അവർക്ക് സ്പീഡായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും. നമ്മുടെ കണക്ക് പഴയ തലമുറയൊന്നും അല്ലല്ലോ. അന്നേരം അതിനനുസരിച്ചുള്ള കോച്ചിങ് വിദ്യാഭ്യാസങ്ങളൊക്കെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അങ്ങനെ ഇനി പുതിയതായിട്ടുള്ള അപ്ഡേഷനൊക്കെ നോക്കി അതിനനുസരിച്ചുള്ള കോഴ്സുകളൊക്കെ തിരഞ്ഞെടുത്ത് അപ്പം ഏവിയേഷനോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, വിമാനത്തിൽ പൈലറ്റ് ആവാനുള്ള കോഴ്സുകളൊക്കെ താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വിടാൻ സാമ്പത്തിക സ്ഥിതിയൊക്കെ അനുവദിക്കുന്ന രക്ഷകർത്താക്കൾ അങ്ങനെയൊക്കെ വിടുക. അവരുടെ താല്പര്യത്തിനൊക്കെ അനുസരിച്ച് വിടുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഓരോ ദിവസവും ഓരോരോ പ്രശ്നങ്ങളും ഒക്കെയാണ് നമ്മുടെ ഓരോ ദിവസത്തിലും വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ യുദ്ധത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ആകപ്പാടെ എല്ലാവരും വിഷമിച്ചിരിക്കുന്ന ഒരു കാലഘട്ടവും കൂടെയാണ്. പിന്നെ ഇപ്പം അവിടെ പഞ്ചാബിലൊക്കെ പഠിക്കാൻ പോയ കുട്ടികളൊക്കെ തിരിച്ച് നാട്ടിൽ വന്നല്ലോ. കാശ്മീരിൽ പഞ്ചാബിലൊക്കെ പ്രശ്നങ്ങളായതുകൊണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും ഒരു പാനിക് സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണ്. പിന്നെ നോക്കട്ടെ, കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു. എല്ലാം മാറി വരും എന്ന് നമുക്ക് നോക്കാം. പിന്നെ വേറെ എന്താ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് എല്ലാവരും റെസ്റ്റൊക്കെ എടുക്കുമായിരിക്കും. പിന്നെ ഞാനിപ്പോൾ ഈ റിസൾട്ട് വന്നപ്പോൾ ഇന്നലെ വൈകിട്ടായപ്പോഴാണ് എല്ലാവരുടെയും റിസൾട്ടൊക്കെ അറിഞ്ഞു തുടങ്ങി. പിന്നെ ഇപ്പോൾ മൊബൈലൊക്കെ എടുത്ത് നോക്കിയപ്പോൾ ഓരോ കുട്ടികളുടെ റിസൾട്ട് വന്നേക്കുന്നത് കണ്ടപ്പോഴാണ് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് നന്നായിട്ട് മാർക്ക് മേടിച്ച കുട്ടികൾക്കൊക്കെ നല്ല കോഴ്സുകളൊക്കെ കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. യുദ്ധത്തിൽ ഈ മാർക്കൊന്നും അല്ല വലിയ കാര്യം. ഒരുപാട് പ്രതിസന്ധികളിൽ കൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ പോകുന്നത്. അപ്പോൾ മാർക്കിനേക്കാളും ഒരുപാട് ജീവിതത്തിൽ പ്രതിസന്ധികളൊക്കെ വരും. അപ്പോൾ നമ്മൾ അതിലേറെ മുന്നേറി ജീവിക്കാൻ ശ്രമിക്കുക. പിന്നെ എന്ന് വെച്ചാൽ സമയം നമുക്കൊന്നിനും കാത്തു നിൽക്കത്തില്ല. സമയം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നമ്മളെ ഓരോ സമയവും വിലപ്പെട്ടതാണെന്ന് കരുതുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക, അതേ ഉള്ളൂ. ആർക്ക് വേണ്ടിയും സമയം കാത്തു നിൽക്കത്തില്ല. സമയം ഓരോ നിമിഷവും ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കും. എന്നാലും നമ്മൾ അതിനനുസരിച്ചുള്ള എന്തെങ്കിലും നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ സമയങ്ങൾ ചെലവഴിക്കാൻ ശ്രമിക്കണം. അതുപോലെ രക്ഷകർത്താക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ തൊട്ടടുത്ത വീട്ടിലെ കുട്ടിയുടെ മാർക്ക് കണ്ടിട്ട് നമ്മുടെ കുട്ടിക്ക് മാർക്ക് കുറഞ്ഞു പോയി എന്ന് കരുതി അവരെ ആരെയായാലും കുട്ടികളെ വിഷമിപ്പിക്കരുത്. നമ്മുടെ കുട്ടിയുടെ ബുദ്ധിക്ക് അനുസരിച്ചുള്ള മാർക്കായിരിക്കും അവൻ വാങ്ങിക്കുന്നത്. എല്ലാ കുട്ടികൾക്കും ഒരേ IQ ആയിരിക്കത്തില്ല.
അപ്പോൾ ആ കുട്ടിക്ക് മാർക്ക് കൂടിപ്പോയി. അതുകൊണ്ട് നിനക്ക് എന്തുകൊണ്ട് വാങ്ങിച്ചുകൂടാ എന്ന് പറഞ്ഞിട്ട് കുട്ടിയെ പീഡിപ്പിക്കുക, വഴക്ക് പറയുക. അന്നേരം അവൻ്റെ ആത്മവിശ്വാസം നശിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല രക്ഷകർത്താക്കൾ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കുട്ടിക്ക് മാർക്ക് കൂടിപ്പോയി അപ്പുറത്തെ കുട്ടിക്ക് കുറഞ്ഞു പോയി എന്ന് കരുതി അവനെ അത് കാണുമ്പോൾ ഒരു പരിഹാസ രൂപത്തിൽ നോക്കാനും ഞങ്ങളുടെ കുട്ടിക്ക് ഇത്രയും കിട്ടിയല്ലോ എന്നുള്ള രീതിയിലൊരു ഇത് കാണിക്കാനും ഒന്നും നിൽക്കാൻ പാടില്ല. ചിലപ്പോൾ ആ കുട്ടിയായിരിക്കും നിങ്ങളുടെ മകനേക്കാളും മകളേക്കാളും ഒക്കെ ഉയരത്തിലെത്താൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് മാർക്കിലൊന്നും അല്ല കാര്യമൊന്നും നിങ്ങൾ ആരായാലും രക്ഷകർത്താക്കൾ വിചാരിക്കുക. അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ മുന്നിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് മാർക്ക് കുറഞ്ഞു വാങ്ങിയ കുട്ടികളൊക്കെ നല്ല നിലയിലെത്തിയിട്ടുണ്ട് ജീവിതത്തിൽ. മാർക്ക് നന്നായിട്ട് വാങ്ങിച്ച കുട്ടികൾക്കൊന്നും ചിലപ്പം ജോലി പോലും കിട്ടാതെ ഒരുപാട് സമയം താമസിച്ചിട്ട് 10-40 വയസ്സിൽ 42 വയസ്സിലൊക്കെ ജോലി കിട്ടിയ ആൾക്കാരുമുണ്ട്. ആ സമയം കൊണ്ടില്ല പഠിക്കാൻ മോശമുള്ള കുട്ടികളൊക്കെ എന്നേ പഠിച്ച് അവർ ജീവിതത്തിൽ അവരുടേതായ തൊഴിലൊക്കെ കണ്ടെത്തി മുന്നേറി നല്ല നിലയിൽ എത്തിക്കഴിഞ്ഞു. ഇവർ പിന്നെ പതുക്കെ 40-42 വയസ്സായിട്ട് ഗവൺമെൻറ് ജോലി കിട്ടി. പിന്നെ അവർ ജീവിതത്തിൽ തുഴഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ എനിക്കറിയാൻ പറ്റും. അവർക്കിനിയിപ്പോൾ എത്ര സർവീസ് കിട്ടും? 15 വർഷം, 55 വർഷം, 56 വയസ്സാകുമ്പോൾ റിട്ടയർ ആയാലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതിലൊന്നും ആരും വലിയ അഹങ്കരിക്കാനും ഒരുപാട് വിഷമിക്കാനും ഒന്നും പോകേണ്ട യാതൊരു കാര്യമില്ലെന്നാണ് ഞാൻ പറയുന്നത്. അതൊക്കെ ദൈവം നിശ്ചയിച്ച പോലെ കാര്യങ്ങൾ വരും. നമ്മുടെ തലയിൽ എന്തൊക്കെയാണ് ദൈവം എഴുതിയിരിക്കുന്നത് അതേപോലൊക്കെയുള്ള കാര്യങ്ങളെ വരുള്ളൂ. ഇതിപ്പം ദൈവവിശ്വാസമായതുകൊണ്ട് ഞാൻ പറയുന്നു. ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ആൾക്കാർ ഇത് കേൾക്കുന്നവർക്കുള്ളൂടെ എനിക്ക് പറയാനുള്ളത്, ജീവിതത്തിൽ എന്തൊക്കെയാണ് നമുക്ക് വരാനുള്ളത് അതൊക്കെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലൊന്നും കുട്ടികളെ വേർതിരിക്കുകയും അവരെ കുറ്റപ്പെടുത്തുകയും അതുപോലെ അമിതമായിട്ട് സന്തോഷിക്കുകയും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ എല്ലാ കുട്ടികളും നല്ല നിലയിലെത്തട്ടെ, നല്ല കുട്ടികളായി വളരട്ടെ, നല്ല സ്വഭാവമുള്ള കുട്ടികളായി വളരാൻ നമുക്ക് ശ്രമിക്കാം. ഇപ്പോഴത്തെ ഈ മാറി വരുന്ന ഓരോരോ ലഹരിയുടെ അടിമകളൊക്കെ ആയി പോകുന്ന കുട്ടികളുടെ രക്ഷകർത്താക്കളൊക്കെ ഒരുപാട് വളരെയധികം വിഷമിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും വരാതെ നമ്മുടെ കുട്ടികളെ സമൂഹത്തിൽ നല്ല അച്ചടക്കമുള്ള കുട്ടികളായിട്ട് വളരാനുള്ള ശ്രമങ്ങളാണ് രക്ഷകർത്താക്കൾ എന്ന രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. അല്ലാതെ കുറേ മാർക്ക് വാങ്ങിച്ചില്ല എന്ന് കരുതി കുട്ടിയെ വിഷമിപ്പിക്കാതെ അതുപോലെ ഒരുപാട് മാർക്ക് കിട്ടിയെന്നുള്ള രീതിയിൽ അമിതമായിട്ട് സന്തോഷിക്കുകയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. സമൂഹത്തിൽ നല്ല സ്വഭാവ ഗുണവും മനുഷ്യത്വമുള്ള കുട്ടികളായിട്ട് നമ്മൾ വളർത്താൻ ശ്രമിക്കണം. അങ്ങനെയുള്ള കുട്ടികളായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ള കുട്ടികളെയാണ് നമുക്ക് അടുത്ത തലമുറയ്ക്ക് ആവശ്യം. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഇന്നത്തെ വീഡിയോ അല്പം നീണ്ടുപോയെന്ന് തോന്നുന്നു. അതുകൊണ്ട് മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം. ബൈ.